അടിപൊളി ടേസ്റ്റിൽ കുറച്ച് ചിക്കൻ പാർട്സ് ഒന്ന് റെഡിയാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി. ഈ ചിക്കൻ പാർട്സ് ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചധികം ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ വേവ് കൂടുതലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ പെട്ടി എന്നൊക്കെ പറയും. ഓരോ ഭാഗത്തേക്ക് എന്തൊക്കെയാണ് പറയാമെന്നറിയില്ല. എന്നാലും അത് കുറച്ച് വേവുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊരു കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാനായിട്ട് ഒരു 3-4 വിസിൽ. ഇനി ഇതിപ്പോൾ എത്ര വിസിലടിച്ചാലും അത് വെന്ത് ഇതായി പോകുന്നില്ല കേട്ടോ. അതൊരു കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഇതിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാറ്റിൻ്റെ അളവൊക്കെ ഇതിൽ ഒരുപാട് കുറവാണ് കേട്ടോ. ഞങ്ങളിവിടേക്കൊക്കെ ഇതിന് കോഴിപ്പാട്സിലുള്ള ആ ഒരു പെട്ടിയുടെ ഭാഗം അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് കഴിക്കുന്നത് നല്ലതാണ് നോർമലായിട്ടുള്ള ആളുകൾക്കൊക്കെ. പിന്നെ യൂറിക് ആസിഡിൻ്റെ തരാറുള്ളവർക്കാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിതിൽ ഉപ്പും മുളകും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി, കൂടുതലായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഓരോന്നായിട്ടൊന്നും ഇതാക്കുന്നില്ല. പിന്നെ മിക്സിയുടെ അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ നമ്മൾ കുറച്ചൊരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളത് എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു കറിയാണെന്ന്. ഇത് ഓരോന്നും സെപ്പറേറ്റായിട്ട് അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം തന്നെ കറിക്കൊരു നല്ല ടേസ്റ്റാണ്. ഇത് ഒരുപാട് ചാറോട് കൂടി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് നമ്മളിങ്ങനെ വരട്ടി വെക്കുന്നതാണ് കേട്ടോ. അത് ഒരുപാട് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. മുളക് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെയും ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കണക്കാക്കിയിട്ട് വേണം നമ്മളിവിടെ ഉള്ളിയിൽ മുളക് പൊടി ഇടുമ്പോൾ. ഒരുപാട് എരിവ് കൂടി പോയാലും ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മളിതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അത് കാരണം അതൊക്കെ കണക്കാക്കി നിങ്ങളുടെയൊക്കെ ഒരു എരിവിന് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത്ര സ്പൂൺ മുളക് പൊടി, ഇത്ര സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ ഒരു കണക്കാക്കിയൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മളിതിൽ എന്താ പറയുക, ഇത്തിരി മുളകൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എരിവ് കുറവാണെങ്കിൽ നമുക്കതിലേക്ക് കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലെന്ന് പറയുന്നത് ഈ പാർട്സ് കറിയിൽ കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ കുക്കറിലുള്ള ഇതൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളത് ആ വാട്ടിയിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആ ഒരു വെള്ളത്തോടു കൂടെ തന്നെ നമ്മളതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇത് അതിലേക്ക് ചേർത്ത് ഒന്ന് തിളച്ച ശേഷം പിന്നെ നമ്മളതിലേക്ക് ആ മുട്ടഞ്ഞരമ്പൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കക്ക് കരൾ, പിന്നെ ചെറിയ ചിന്നമുട്ട ഇല്ലേ അതൊക്കെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനൊരുപാട് വേവൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ തിളച്ച് നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ കക്ക് കരൾ ആ ഭാഗം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പോ എരിവോ എന്താണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇപ്രാവശ്യം കിട്ടിയ മുളക് നല്ല എരിവുള്ള മുളകാണ്. അത് കാരണം കുരുമുളകിൻ്റെ എരിവൂടി വരുമ്പോൾ കറിക്ക് ഒരുപാട് എരിവായിപ്പോവും. അത് കാരണം 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ലാസ്റ്റ് ചിന്നമുട്ട കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിട്ടിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ഒരുപാട് ഇളക്കുന്നില്ല. ഇതിനൊരുപാട് വേവുമില്ല കേട്ടോ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഹാർഡായിട്ട് കിടക്കും. അത് കാരണം ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അത് ഒന്ന് വെന്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഇട്ട് ഇളക്കുന്നില്ല, ചിലപ്പോൾ അത് പൊട്ടി ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് കാരണം ഇതിലിട്ട് ഒന്ന് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർത്ത്, പിന്നെ വേണമെങ്കിൽ കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ടും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നോക്കണം കേട്ടോ. അപ്പോൾ അത് ഈ പാർട്സ് കറി എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പൂളയുടെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഇനി പൊറോട്ടയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങളധികം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തന്നെയാണ് പാർട്സ് ഉണ്ടാക്കാറ്. പിന്നെ രാത്രിയാണെങ്കിൽ ചപ്പാത്തി. അപ്പോൾ പിന്നെ അടിപൊളി പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.